ബത്ലഹേമിലേക്ക് സ്വാഗതം. ബത്ലഹേമിലേക്കുള്ള യാത്രയിൽ നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വാക്കാണ്. സങ്കീർത്തനം 39:1 നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ ശ്രദ്ധിക്കും. എൻ്റെ മുൻപിൽ ദുഷ്ടനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിടും. അതേ പ്രിയരെ, നമ്മുടെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നുമാകട്ടെ, അതിനപ്പുറത്തുള്ളതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് മത്തായി ശ്ലീഹ എഴുതി വച്ചിരിക്കുന്നത്. ആകയാൽ യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ നമ്മുടെ നാവിനെ നമുക്ക് കടിഞ്ഞാണിടാം. നാവ് ഒരു തീയാണെന്നാണ് പറയുന്നത്. അത് വലിയ വനത്തെ കത്തിച്ചാമ്പലാക്കും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ മുറിവ് ഉണക്കുന്നതാണോ അതോ മുറിവിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതാണോ? നമുക്ക് ഈ ബത്ലഹേം യാത്രയിൽ പ്രത്യേകം ധ്യാനിക്കാം. നാവുകൊണ്ട് അനുഗ്രഹ വചനങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ഉയർത്താനായി നമുക്ക് പരിശ്രമിക്കാം, ചിന്തിക്കാം, വിചിന്തനം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.